الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اركعوا واسجدوا واعبدوا ربكم وافعلوا الخير لعلكم تفلحون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാർ, സർവശക്തനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അനുഷ്ഠിച്ചും പാലിച്ചും ജീവിക്കുവാൻ നാം ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സർവശക്തനായ അല്ലാഹു അവന്റെ വിധിവിലക്കുകളെ യഥാവിധി അനുസരിച്ചും പാലിച്ചും ജീവിക്കുന്ന നല്ല വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണം പ്രതിയിരിക്കുന്ന ജീവിതാവസ്ഥയിലാണ് നാം ഓരോരുത്തരുമുള്ളത്. പരലോകം അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. പരലോകത്തിന് വേണ്ടി, മരണാനന്തര ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുവാനുള്ള പരീക്ഷണത്തിന്റെ ലോകത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. ജനനം മരണം എന്ന രണ്ട് പ്രതിഭാസത്തിനിടയിൽ നൽകപ്പെട്ട ജീവിതം, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പരലോകത്തിന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് സംവിധാനിച്ചിട്ടുള്ളത് എന്ന് രാജാധിപത്യം അവകാശപ്പെടുന്ന പരിശുദ്ധ ഖുർആനിന്റെ അധ്യായത്തിൽ നമുക്ക് കാണാവുന്ന അതിശക്തമായ ഒരു തിരിച്ചറിവിന്റെ സന്ദേശമാണ്. ജീവിതം രാവും പകലുമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ലഭിക്കേണ്ടത് സ്വർഗമാണ്, നമുക്ക് രക്ഷപ്പെടേണ്ടത് നരകത്തിൽ നിന്നാണ്. താൻ ചെയ്തു പോയ കർമ്മങ്ങളൊക്കെ തനിക്ക് പര്യാപ്തമാണ് എന്ന ആത്മസായുജ്യത്തിനപ്പുറത്ത് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന വേവലാതിയും സങ്കടക്കണ്ണീരുമാണ് പൂർവകാല സലഫുകൾക്ക് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വിശേഷിച്ച് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമൊഴി അവരുടെ ഉറക്കം കെടുത്തിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു മനുഷ്യൻ ലൗ അന്ന റജുലൻ യജുറു അലാ വജ്ഹിഹി മിൻ യൗമി വുലിദ ഇലാ യൗമി യമൂതു ഹരിമ ഫീ മർളാത്തില്ലാഹി അസ്സ വജല്ല ലഹഖറഹു യൗമൽ ഖിയാമ. ഏതെങ്കിലും ഒരു മനുഷ്യൻ ജനിച്ച അന്ന് മുതൽ മരിക്കുന്ന അവസാന നിമിഷം വരെ പരലോകത്തിന് വേണ്ടിയും പടച്ച റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടിയും മൂക്കിലിഴഞ്ഞും മുട്ടിലിഴഞ്ഞും അധ്വാനിച്ചാലും ശരി,
ലഹഖറഹു യൗമൽ ഖിയാമ, തന്റെ അധ്വാനം പരലോകത്തെത്തുമ്പോൾ വളരെ നിസ്സാരമായിരുന്നു എന്ന് അയാൾക്ക് തിരിച്ചറിയും എന്നുള്ളതാണ്. ഇസ്രായേലി സമൂഹത്തിലെ അമ്പരചുംബിയായ പർവ്വത സമാനം സൽക്കർമ്മങ്ങളുമായി പരലോകത്തെത്തുന്ന ഒരു വിശ്വാസിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അയാളുടെ വിഷയത്തിൽ അല്ലാഹു പറയും, എന്റെ കാരുണ്യം കൊണ്ട് അയാൾക്ക് സ്വർഗം നൽകൂ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കഥ പറഞ്ഞപ്പോൾ പ്രവാചകന്റെ ഒരു അനുചരൻ ചോദിക്കുകയാണ്, പർവ്വത സമാനം സൽക്കർമ്മങ്ങൾ ഒരുക്കിയ അല്ലാഹുവിന്റെ സന്നിധിയിലെത്തിയിട്ട് ആ കർമ്മങ്ങൾ കൊണ്ട് തന്നെ സ്വർഗത്തിൽ പ്രവേശിച്ചുകൂടെ? പിന്നെന്തിനാണ് അല്ലാഹുവിന്റെ ഒരു കാരുണ്യം കൂടി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു, ആ മനുഷ്യന്റെ 2 കണ്ണുകൾ മാത്രം ഒരു തുലാസിലും അയാൾ ചെയ്ത പർവ്വത സമാനമായ സൽക്കർമ്മം മറ്റൊരു തുലാസിലും വെച്ച് അളന്നു നോക്കിയാൽ പോലും ആ കണ്ണുകൾക്ക് 2 കണ്ണുകൾ എന്ന അനുഗ്രഹത്തിന് പകരം വെക്കാവുന്ന സൽക്കർമ്മങ്ങൾ അയാളുടെ ജീവിതം കൊണ്ട് അയാൾ നേടിയിട്ടില്ല എന്ന് ഒരു തിരിച്ചറിവ് നൽകുകയാണ്. അതുകൊണ്ട് തന്നെ എത്ര സൽക്കർമ്മങ്ങൾ ഒരുക്കിയാലും പടച്ചറപ്പിന്റെ കാരുണ്യമൊന്നുണ്ടെങ്കിൽ മാത്രമേ ആ സ്വർഗപ്രവേശനം സാധ്യമാവൂ എന്ന് പർവ്വത സമാനം സൽക്കർമ്മങ്ങൾ ഒരുക്കുന്നവന്റെ വിഷയത്തിൽ പോലും പടച്ചറപ്പിന്റെ കാരുണ്യം കിട്ടിയെങ്കിലേ സ്വർഗപ്രവേശനം സാധ്യമാവൂ എന്ന് പഠിപ്പിക്കുമ്പോൾ സുഹൃത്തുക്കളെ എത്രത്തോളം ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് ആഖിറത്തിന്റെ വിഷയത്തിൽ എന്ന തിരിച്ചറിവാണ് പ്രവാചകന്റെ ഈ തിരുമൊഴി നമ്മെ പഠിപ്പിക്കേണ്ടത്. മദീനയിലെ മസ്ജിദുൻ നബവിയിൽ എരിഞ്ഞു തീർന്നതായിരുന്നു മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം. പ്രവാചകൻ തിരുമേനിയുടെ അധരങ്ങൾ മൊഴിയുന്ന അറിവിന്റെ തിരമാലകളെ വാരിപ്പുണർന്ന് കാണാതെ പഠിച്ച് അടുത്ത തലമുറക്ക് കൈമാറിക്കൊടുക്കുന്ന ത്യാഗസമ്പൂർണമായ ജീവിതമാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിർവഹിച്ചത്. ലക്ഷക്കണക്കിന് പ്രവാചകന്റെ ജീവിതത്തിന്റെ ഏടുകളെ അടുത്ത സമൂഹത്തിന് തലമുറക്ക് കൈമാറിക്കൊടുത്തതിൽ ത്യാഗസമ്പൂർണമായ ജീവിതം നയിച്ച അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ പ്രായത്തിന്റെ സായാഹ്നഘട്ടത്തിൽ പോലും അദ്ദേഹം വേവലാതിപ്പെട്ടിരുന്നു, കരഞ്ഞിരുന്നു, അസ്വസ്ഥനായിരുന്നു. അവിടെയുള്ളവർ അദ്ദേഹത്തോട് ചോദിച്ചു, ഒരു ജീവിതം മുഴുവൻ ദീനീ സേവനത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചിട്ടും അങ്ങെന്തിനാണ് ഇങ്ങനെ പരലോകത്തിന്റെ കാര്യത്തിൽ അസ്വസ്ഥനാകുന്നത്? അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, ഖില്ലത്തു സാദി വതൂല സഫരി, എനിക്ക് ഞാൻ കരുതി വെച്ച യാത്രാപാഥേയം എത്രയോ കുറവാണ്, ഒരുപാട് ദൂരം എനിക്ക് യാത്ര ചെയ്യാനുണ്ട്. മരണമെന്ന അലംഘനീയമായ നിയമത്തിന് മുന്നിൽ കിടന്നുകൊടുത്ത് നൂറ്റാണ്ടുകൾ കിടക്കേണ്ടി വരുമെന്ന ഖബറിലെ വീട്ടിലെ ആ വിചാരണയും താണ്ടി ഖബറെന്ന വീട്ടിലെ നരകീയ സ്വർഗീയ യാതനകൾ എന്ന് പറയുന്ന ഭീകരമായ അവസ്ഥയെ താണ്ടി ഒരു ദിവസം എന്നത് 50,000 വർഷം നീണ്ടു നിൽക്കുന്ന പരലോകത്തിന്റെ നാളുകൾ താണ്ടി സിറാത്ത് എന്ന ദുർഘട പാത താണ്ടി നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്താനുള്ള എത്രയോ ദൂരം എനിക്കിനിയും സഞ്ചരിക്കാനുണ്ട്. പക്ഷെ എന്റെ കയ്യിൽ യാത്രാപാഥേയം കുറവാണ് എന്ന വേവലാതിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഉറക്കം കളഞ്ഞത് എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അത്രത്തോളം ദീനിനു വേണ്ടി ഒരു പുരുഷായുസ് മുഴുവൻ സമർപ്പിച്ചിട്ടും ഞാനൊന്നും ചെയ്തില്ല എന്ന വേവലാതിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തന്റെ അനുചരന്മാരെ ചൂണ്ടി പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തിയുടെ പ്രത്യേകത സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെയും പ്രവേശിക്കാനുള്ള പ്രവേശനാനുമതി ലഭിച്ച പുണ്യ വ്യക്തിത്വമാണ് എന്ന് പറഞ്ഞു. സൽമാനുൽ ഫാരിസി എന്ന വരത്തനായ മറ്റൊരു നാട്ടിൽ നിന്ന് പേർഷ്യയിൽ നിന്ന് കടന്നു വന്ന ആ സൽമാനുൽ ഫാരിസി പറഞ്ഞു, പ്രവാചകരെ, ആ മനുഷ്യന്റെ കാര്യം അയാളുടെ കാര്യം അത്ഭുതമാണല്ലോ, വലിയ നേട്ടമാണല്ലോ അയാൾക്ക് ലഭിച്ചത്. സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെയും പ്രവേശിക്കാൻ ഭാഗ്യം കിട്ടിയ അയാൾ ആരാണ്? അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു, അഅരിഫുഹു, എനിക്ക് അദ്ദേഹത്തെ അറിയാം. വഅരിഫു അബൂഹു, അദ്ദേഹത്തിന്റെ ഉപ്പയെ എനിക്ക്
എനിക്കറിയാം, അദ്ദേഹത്തിന്റെ ഉമ്മയെയും എനിക്കറിയാം. ഇതാ നിങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന വെളുത്ത മെലിഞ്ഞ ആ മനുഷ്യനാണത്. ഇസ്ലാമിന്റെ ഒന്നാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ചൂണ്ടിയാണ് സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെയും പ്രവേശനാനുമതി നേടിയ അതുല്യ വ്യക്തിത്വമാണ് അബൂബക്കർ എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നാൽ അദ്ദേഹം ആരായിരുന്നു? ഉളുവെടുത്ത് അംഗശുദ്ധി വരുത്തി പള്ളിയിലേക്ക് നടന്ന് പോകുന്ന അദ്ദേഹം ഒരു മരച്ചുവറ്റിൽ വിശ്രമിക്കുന്ന ഒരു മാൻപേടയെ കണ്ടു. കൗതുകത്തോടുകൂടി അതിന്റെ അടുക്കലേക്ക് ചെന്ന് ശബ്ദമുണ്ടാക്കാതെ അത് ഉറങ്ങുന്നത് നോക്കി നിന്ന് അദ്ദേഹം ആ മാൻപേടയോടായി പറയുന്ന ചില വാക്കുകൾ ചരിത്രത്തിൽ കാണാം. നീ എത്ര വലിയ സൗഭാഗ്യവാനാണ്, നിനക്കെവിടെയും മേയാം, നിനക്കെന്തും തിന്നാം, നിനക്കെവിടെ നിന്നും വെള്ളം കുടിക്കാം, നിനക്ക് പരലോകത്ത് വിചാരണ എന്ന് പറയുന്ന ഭീകരമായ പ്രതിഭാസമില്ലല്ലോ, ഞാനും നിന്നെ പോലെയായിരുന്നെങ്കിൽ എന്ന് വേവലാതിപ്പെട്ടത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതമായിരുന്നു. സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെയും പ്രവേശനാനുമതി ലഭിച്ചിട്ട് പോലും, ആ സന്തോഷ വാർത്ത കിട്ടിയിട്ട് പോലും ഞാനും ഒരു മൃഗത്തെ പോലെ മരിച്ചുപോയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുമാറ് പരലോകത്തിന്റെ കാര്യത്തിൽ അസ്വസ്ഥപൂർണമായിരുന്നു അവരുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിശ്രമമില്ലാത്ത ഓട്ടം, ഉറക്കമില്ലാത്ത രാവുകൾ. അദ്ദേഹത്തിന്റെ സതീർത്ഥർ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് ഞാൻ രാവും പകലും അധ്വാനിക്കുന്നത്? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്തയെ അറിയിക്കപ്പെട്ട മഹാനായ സ്വഹാബിയല്ലേ താങ്കൾ? ഞാൻ പകലുറങ്ങിയാൽ എന്റെ പ്രജകളുടെ കാര്യം ആര് നോക്കും? ഞാൻ രാത്രി കിടന്നുറങ്ങിയാൽ എന്റെ കാര്യം എന്റെ പടച്ചറപ്പിനോട് ആര് പറയും എന്നോർത്തുകൊണ്ട് പ്രജകളുടെ ക്ഷേമത്തിന് വേണ്ടിയും സ്വന്തം പരലോകത്തിന് വേണ്ടിയും രാവും പകലും ജീവിപ്പിച്ച മഹാനായ സ്വഹാബിയായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ വിഷയത്തിൽ, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനിതാ സ്വർഗത്തിൽ ഒരു കൊട്ടാരം കണ്ടു. ആ കൊട്ടാരത്തിന്റെ ഉടമസ്ഥൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് എന്നാണ്. ഉമറെ, നിന്റെ കൊട്ടാരത്തിൽ നിന്റെ അനുമതിയില്ലാതെ പ്രവേശിക്കാൻ ഞാൻ ആഗ്രഹിച്ചു പോയി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറയുകയുണ്ടായി. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, സ്വർഗത്തിൽ ഒരു രാജകൊട്ടാരം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനായി പണിത് കഴിഞ്ഞിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത ലഭിച്ചിട്ടും ഒരു തന്റെ കുത്തുകൊണ്ട് തന്റെ വൻകുടൽ പുറത്തേക്ക് ചാടി അതിന് ഓട്ട വീണ് താൻ കഴിക്കുന്ന ഭക്ഷണം ആ വൻകുടലിലൂടെ പുറത്തേക്ക് പോകുമാറ് ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ പരീക്ഷിക്കപ്പെട്ട മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ മകന്റെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോൾ പറഞ്ഞ ഒരു വാക്കുണ്ട്, മോനെ, നീ എന്റെ ഈ കവിളെടുത്ത് മണ്ണോട് ചേർത്ത് വെക്ക്. എന്റെ ഈ ദയനീയമായ അവസ്ഥ കണ്ടിട്ടെങ്കിലും എന്റെ റബ്ബനോട് കരുണ കാണിച്ച് എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ എന്നാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചത്. തന്റെ കവിൾത്തടം മണ്ണോട് വെച്ചിട്ട് അതിനെ വലിയ വൈകാരികമായി നോക്കിക്കണ്ട് എന്റെ ഈ ദയനീയമായ അവസ്ഥ കണ്ടിട്ട് എന്റെ റബ്ബനോട് കരുണ കാണിക്കട്ടെ എന്ന് ചിന്തിക്കുമാറ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത ലഭിച്ചിട്ടും അസ്വസ്ഥനായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് നമുക്ക് കാണാം. റൂമാ കിണർ 20,000 ദിർഹം. അന്ന് കാലഘട്ടത്തിലെ ജൂതന്മാർ, മദീനയിലെ ജൂതന്മാർ ഇതിൽ നിന്ന് മുസ്ലിമീങ്ങൾ വെള്ളമെടുക്കരുത് എന്ന് തടസ്സവാദം ഉന്നയിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണ് മുഅ്മിനീങ്ങൾക്ക്, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഈ കിണർ വലിയ വില കൊടുത്ത് വാങ്ങി ദാനം ചെയ്യാനുള്ളത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തന്റെ സമ്പാദ്യത്തിൽ നിന്ന് അന്നത്തെ കാലഘട്ടത്തിലെ 20,000 ദിർഹം അത് കൊടുത്തിട്ട് അത് വാങ്ങി മുസ്ലിമീങ്ങൾക്ക് ദാനം ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഉസ്മാനിനോ ഉസ്മാനിന്റെ മക്കൾക്കോ ഈ കിണറിൽ ഒരു ക്രെഡിബിലിറ്റിയുമില്ല. ഇതിന്റെ ഉടമസ്ഥർ ഇവിടുത്തെ മുസ്ലിമീങ്ങളാണ്. ഞാനിത് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഒരു വലിയ തുക കൊടുത്ത് അദ്ദേഹം ധർമ്മം ചെയ്യുകയുണ്ടായി. തബൂക്ക് യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ആഹ്വാനമുണ്ടായപ്പോൾ ആരാണ് ഈ ഒരു കൊച്ചു സംഘത്തെ സഹായിക്കാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ 1000 സ്വർണ്ണ നാണയം തന്റെ സമ്പാദ്യത്തിൽ നിന്ന് കൊടുത്തിട്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ പുണ്യം നേടിയത്. മഹാനായ പ്രവാചകൻ അദ്ദേഹത്തിന്റെ ആ മിമ്പറിന്റെയും അദ്ദേഹത്തിന്റെ വീടിനുമിടയിൽ ഉള്ള സ്ഥലമാണല്ലോ റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞത്.
അവിടെ ഇരുന്നു കൊണ്ട് അള്ളാഹുവിനോട് നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അള്ളാഹുവേ, ഉസ്മാനിന്റെ കാര്യത്തിൽ നീ അദ്ദേഹത്തിൽ തൃപ്തിപ്പെടണമേ. അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ, അദ്ദേഹത്തിന്റെ ദീനിനു വേണ്ടിയിട്ടുള്ള ത്യാഗങ്ങൾ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി നമുക്ക് കാണാൻ സാധിക്കും. ജീവിതത്തിന്റെ വലിയ ഒരു തുക അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി കൊടുത്ത ആ മഹാനായ സ്വഹാബിയുടെ ത്യാഗം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഉമ്മു അമ്മാറ ഉഹുദ് രണാങ്കണത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത പരന്നു. സ്ത്രീകൾ അസ്വസ്ഥരായി. അവർ തങ്ങളുടെ പുരുഷന്മാരെ പഴിച്ചു. വാളുമേന്തി രണവീതിയിലേക്ക് ചെന്നിട്ട് ലോകത്തിന്റെ ഗുരുനാഥൻ അഷ്റഫുൽ ഖൽഖിനെ പ്രതിരോധിക്കുവാനും രക്ഷപ്പെടുത്തുവാനും കഴിയാത്ത പുരുഷന്മാരുടെ അവരുടെ ദുർബലാവസ്ഥയെ സ്ത്രീകൾ പഴിച്ച് സംസാരിച്ചു. അവസാനം കയ്യിൽ കിട്ടിയ മരുന്നും വെച്ചുകെട്ടാനുള്ള തുണിയുമെടുത്ത് രണവീതിയിലേക്ക് ഓടുമ്പോൾ ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ കയ്യിൽ കരുതിയത് അവിടെ ഉണ്ടായിരുന്ന വാളാണ്. അതുമെടുത്തിട്ട് അഷ്റഫുൽ ഖൽഖിനെ തെരയുകയാണ്. അഷ്റഫുൽ ഖൽഖ് പിന്നീട് അവരുടെ സേവനത്തെ വിലമതിക്കുന്നുണ്ട്. വൽതഫത്തു, ഞാൻ തിരിഞ്ഞു നോക്കി, യമീനം വശിമാല, എന്റെ വലത് നോക്കുമ്പോഴും എന്റെ ഇടത് ഭാഗത്തേക്ക് നോക്കുമ്പോഴും എന്റെ മുന്നിലേക്ക് നോക്കുമ്പോഴും എന്റെ പിന്നിലേക്ക് നോക്കുമ്പോഴും യുദ്ധഭൂമിയിലൂടെ ചിതറിയോടുന്ന ഒരു വ്യക്തിത്വത്തെ ഞാൻ കാണുകയുണ്ടായി. 13 പേരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം രണവീഥി വിട്ടകന്നപ്പോഴും എനിക്ക് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് എന്റെ വലതും ഇടതുമായി നിറഞ്ഞു നിന്ന എനിക്ക് നേരെ വരുന്ന അമ്പുകളെ സ്വന്തം നെഞ്ചുകൊണ്ട് ഏറ്റെടുത്ത് ആ യുദ്ധം കഴിഞ്ഞ സമയത്ത് ഉമ്മു അമ്മാറ എന്ന മഹദിയുടെ ദേഹത്ത് 80-ലധികം മുറിവുകൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ആ ഉമ്മു അമ്മാറ ഉൾക്കൊള്ളുന്ന സമൂഹത്തോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖാരിബു സദ്ദിദു വഅമലു, അല്ലയോ മനുഷ്യരെ, ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് അടുക്കുവിൻ, ധാരാളക്കണക്കിന് സൽക്കർമ്മങ്ങൾ ചെയ്യുവിൻ, സദ്ദിദു, സത്യത്തിന് വേണ്ടി നിങ്ങൾ അണിനിരക്കുവിൻ, അതോടൊപ്പം വഅമലു, പരലോകത്തിന് വേണ്ടി അശ്രാന്ത പരിശ്രമത്തിൽ ഏർപ്പെടുവിൻ എന്ന് തന്റെ ജീവിതം സമർപ്പിക്കാൻ തയ്യാറായ ഉമ്മു അമ്മാറയെ പോലെയുള്ളവരുടെ സമൂഹത്തോടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറഞ്ഞത്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ചെറിയ വൃക്ഷമാണ് അറാഖിന്റെ വൃക്ഷം, അതിന്റെ മുകളിൽ കയറി നിന്ന് അദ്ദേഹം എന്തൊക്കെയോ പറിക്കുകയാണ്, കൊമ്പൊടിക്കുകയാണ്. ഈ സമയത്ത് കാറ്റടിച്ചപ്പോൾ ആ കാറ്റിനനുസരിച്ച്, ഈ മരത്തിനനുസരിച്ച് മെലിഞ്ഞ് ശോഷിച്ച അദ്ദേഹവും അതിന്റെ കൂടെ ചായുകയാണ്. അദ്ദേഹത്തിന്റെ ദേഹത്തിൽ നിന്ന് വസ്ത്രം മാറി കാല് കണ്ടു. മെലിഞ്ഞൊട്ടിയ ഒരു കമ്പിൻ കഷ്ണത്തെ പോലെ കാണപ്പെടുന്ന കാല് കണ്ടിട്ട് സ്വഹാബത്ത് ചിരിച്ചു. ഇത് കണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ലിമൻ ഹഖൂൻ, നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ ശോഷിച്ച കാല് കണ്ടിട്ട് ചിരിച്ചു പോയതാണ് റസൂലേ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നാൽ ഈ ഇബ്നു മസ്ഊദിന്റെ കാലുണ്ടല്ലോ, ആ കാല് സ്വർഗ്ഗത്തിൽ പർവ്വതത്തെക്കാൾ ഭാരമുള്ളതാണ് എന്നാണ്. മെലിഞ്ഞ് ശോഷിച്ച കാല് പർവ്വത സമാനം കനമുള്ള കാലായി മാറുന്നത് എന്ത് പ്രതിഭാസമാണ് സഹോദരങ്ങളെ! അത് അദ്ദേഹത്തിന്റെ ത്യാഗമാണ്, ദീനിനു വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ്, പ്രബോധന രംഗത്തുള്ള സേവനമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ലഭിച്ച പരിശുദ്ധ ഖുർആനിന്റെ തഫ്സീർ അടുത്ത തലമുറക്ക് പകർന്നു കൊടുക്കുന്ന മഹാനായ പണ്ഡിതനായിരുന്നു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. മെലിഞ്ഞ് ശോഷിച്ച കാലിനെ ചൂണ്ടി പർവ്വതത്തെക്കാൾ ഉഹുദ് മലയോളം കനമുള്ള കാലാണ് നാളെ പരലോകത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കാല് എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ദീനിനു വേണ്ടിയിട്ടുള്ള പരിശ്രമത്തെ വിലമതിച്ചുകൊണ്ടാണ്. എന്നാൽ നാളെ പരലോകത്ത് ചില കാലുകൾ വരാനുണ്ട്. ലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന, അവരുടെ കാലിനോ അവരുടെ ശരീരത്തിനോ ഒരു തൂക്കം വില കൽപ്പിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ നിസ്സാരമാണ് എന്നാണ്. അതാരാണ്? ഒരുപാടുണ്ടായിട്ടും പടച്ചറപ്പിന് കൊടുക്കാത്തവർ, ആരോഗ്യമുണ്ടായിട്ടും പടച്ചറപ്പിന്റെ ദീനിനെ സഹായിക്കാത്തവർ, സമയമുണ്ടായിട്ടും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഓടി നടക്കാത്തവർ, ദുനിയാവിലൊരു പണ്ടേ ഹെക്ടർ കണക്കിന് ഭൂമി അവർക്കുണ്ടാവാം, വലിയ വലിയ മാർബിളിന്റെയും സിമന്റിന്റെയും കടപ്പയുടെയും ഗ്രാനൈറ്റിന്റെയും കൊട്ടാരങ്ങൾ പണിതിട്ടുണ്ടാവാം, ആഭരണ വിഭൂഷിതരായി വലിയ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് സമൂഹത്തിലൂടെ അവർ സഞ്ചരിക്കുന്നുണ്ടാവാം, വിലപിടിപ്പുള്ള കാറുകളിൽ
അതിനൂതനമായ ജീവിത സൗകര്യങ്ങളിൽ ശീതീകരിച്ച മുറിയിൽ അവർ ജീവിക്കുന്നുണ്ടാവാം. പക്ഷേ അവരുടെ ഒന്നും ശരീരത്തിനാവട്ടെ, അമലുകൾക്കാവട്ടെ, ത്യാഗങ്ങൾക്കാവട്ടെ ഒരു വിലയും കൽപ്പിക്കപ്പെടാത്ത കാലം വരാനിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞു. എന്നാൽ മെലിഞ്ഞു ശോഷിച്ച കാല് സമൂഹ ശ്രേണിയിൽ ആരും പരിഗണിക്കാത്ത അത്രയും താഴെ തട്ടിൽ ജീവിക്കുന്ന സാധാരണക്കാരനായാലും പട്ടിണി പാവമായാലും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നടക്കുന്നവനാണെങ്കിൽ, അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുന്നവനാണെങ്കിൽ, അടുത്ത തലമുറയ്ക്ക് ദീനിന്റെ വെളിച്ചം എത്തിച്ചു കൊടുക്കുന്ന ത്യാഗ പരിശ്രമങ്ങളിൽ ഏർപ്പെടുന്നവനാണെങ്കിൽ അവന്റെ കാലുകൾക്ക് ഈ പണച്ചാക്കുകളുടെ കാലുകളെക്കാൾ ഭാരമുണ്ടാകുമെന്നത് അള്ളാഹുവിന്റെ അധ്യാപനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനെ നോക്കി നിങ്ങൾ കളിച്ചിരിക്കേണ്ടതില്ല, അദ്ദേഹത്തിന്റെ കാലുകൾക്ക് ദീനിനെ ത്യാഗം ചെയ്തതിന്റെ പ്രതിഫലം രേഖപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാനുള്ള കാരണം ഇത്രേ അവരൊക്കെ തങ്ങളുടെ ജീവിതത്തിൽ സമർപ്പിച്ച ത്യാഗ പരിശ്രമങ്ങൾ കൊണ്ട് സ്വർഗത്തിലേക്കുള്ള വിഭവങ്ങൾ ഒരുക്കുകയായിരുന്നു. സുഹൃത്തുക്കളെ, നമുക്കും ഒരു ജീവിതം അള്ളാഹു തന്നിട്ടുണ്ട്. എത്രത്തോളം നമ്മൾ അതിനെ വിലമതിച്ചു. നമ്മുടെ മുമ്പിൽ വെക്കപ്പെട്ടത് സ്വർഗവും നരകവുമാണ്. ഏതും തെരഞ്ഞെടുക്കാനുള്ള വിവേചനാധികാരം നമുക്കുണ്ട്. സ്വർഗ ഭൂങ്കാവനത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ എവിടെയൊക്കെ പരിശുദ്ധ ഖുർആൻ സ്വർഗത്തെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ വിശ്വാസത്തെയും സൽക്കർമ്മത്തെയും വലിയ മാനദണ്ഡമായി നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് രാവും പകലും ഒന്ന് പള്ളിയിലേക്ക് വരുന്ന വിഷയത്തിൽ പോലും ഒന്ന് ഹയ്യ അല സ്വലാത്ത്, ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വാ, നമസ്കരിക്കാൻ വാ എന്ന് പറഞ്ഞാലും പള്ളിയുടെ പരിസരങ്ങളിൽ നൂറുകണക്കിന് വീടുകളിൽ അവർ ഉറങ്ങുകയാണ്. അള്ളാഹുവിന്റെ വീട്ടിലെത്തി അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന് അവന്റെ മുമ്പിൽ ഒന്ന് സുജൂദ് ചെയ്യാൻ പോലുമുള്ള ത്യാഗത്തിന്റെ ഒരു ഏടും തങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ കഴിയാത്ത വിധത്തിൽ എവിടെയും ഒരിടത്തും പടച്ചറപ്പിന്റെ ദീനിനു വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പരിശ്രമിക്കാത്ത വിധത്തിൽ നമ്മളൊക്കെ എങ്ങനെയാണ് അശ്രദ്ധരായി മാറിപ്പോയത് എന്നത് നാം പുനഃപരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള സെലിബ്രിറ്റികളോ രാഷ്ട്രീയ നേതാക്കന്മാരോ ഇവിടെ കാണപ്പെടുന്ന ബുദ്ധിജീവികളോ അല്ല നമ്മളുടെ റോൾ മോഡൽ എന്ന് പറയുന്നത്. ലോകത്തിന്റെ ഗുരുനാഥൻ, അവസാനത്തെ പ്രവാചകൻ, അഷ്റഫുൽ ഖൽഖിന്റെയും പ്രഥമ സംബോധിതരായ സ്വഹാബത്തിന്റെയും ജീവിതത്തിലാണ് നമുക്ക് മാതൃകയുള്ളത്. അവരാണ് സ്വർഗ സഞ്ചാരികൾ. അതുകൊണ്ട് അവരിൽ നിന്ന് മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ഫോളോവേഴ്സായി ജീവിക്കാൻ രാവും പകലും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സർവശക്തനായ അല്ലാഹു ദീനീ രംഗത്ത് ഉയർന്ന കാഴ്ചപ്പാടോടുകൂടി ഓരോ ചുവടും മുന്നോട്ട് വെക്കാനുള്ള തൗഫീഖ് നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സ്നേഹാദരനായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, സർവശക്തനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും അനുസരിച്ചും പാലിച്ചും ഓരോ ചുവടും മുന്നോട്ട് വെക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ നാട് പഴയ കാലത്തെ അപേക്ഷിച്ച് ധാരാളക്കണക്കിന് തിന്മകൾ പടർന്നു പന്തലിക്കുകയാണ്. അരുതായ്മകൾ അരങ്ങുവാഴുകയാണ്. മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ പെരുകുകയാണ്. സത്യസഞ്ചാരികൾ എന്ന് വിശ്വസിച്ചവരും വിചാരിക്കുന്നവർ പോലും കൊടും ചതിയും വഞ്ചനയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുമ്പെങ്ങുമില്ലാത്ത വിധം ഈ തിന്മകൾ പടർന്നു പന്തലിക്കുമ്പോഴും കാലഘട്ടത്തെ പഴിച്ച് തലമുറയെ ശപിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം ആരൊക്കെ ഇരുട്ടു പരത്താൻ ശ്രമിച്ചാലും അന്ധകാരത്തെ കൊണ്ടുവരാനും പുനരാനയിക്കാനും ശ്രമിച്ചാലും അവിടെ ഒരു വിളക്ക് കത്തിച്ചു വെക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അള്ളാഹുവിന്റെ ദീനിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ഒരു ലിബറലുകൾക്കും ഒരു സ്വതന്ത്രവാദികൾക്കും സാധിക്കുകയില്ല. ഒരു ഫാഷിസത്തിനും പടച്ചറപ്പിന്റെ ദീനിനെ കെടുത്താൻ കഴിയില്ല. ഭൂമിശാസ്ത്രപരമായ അധിനിവേശം നടത്തിയാലും സാംസ്കാരികമായ അധിനിവേശം നടത്തിയാലും സൈദ്ധാന്തികമായ അധിനിവേശം നടത്തിയാലും അള്ളാഹുവിന്റെ ദീനിന്റെ പ്രകാശം ജ്വലിച്ചുകൊണ്ടേയിരിക്കും. മുഴുവൻ ലിബറലുകളും മുഴുവൻ നിരീശ്വരവാദികളും ഈ നാട്ടിലത്തെ മുഴുവൻ രാഷ്ട്രീയക്കാരും മുഴുവൻ മതവിഭാഗങ്ങളും സൂര്യനെ നോക്കി
ഊതിക്കെടുത്താൻ ശ്രമിച്ചാൽ ആ സൂര്യൻ എത്രത്തോളം കത്തിജ്വലിച്ചു നിൽക്കുമോ ആ പ്രവൃത്തി എത്രമാത്രം വലിയ വിഡ്ഢിത്തമാണ്. അതിനേക്കാൾ വലിയ വിഡ്ഢിത്തമാണ് സൂര്യനേക്കാൾ തേജസ്വിയുള്ള ദീനിന്റെ വെളിച്ചം ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നവരുടെ അല്പത്വം എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫാഷിസം പണം വിടർത്തിയാടിയാലും, ഇവിടെ ലിബറലിസം അരങ്ങുവാണാലും, ഇവിടെ പൗരോഹിത്യം ചൂഷണങ്ങൾ കൊണ്ട് ഒരു ജനതയെ പൊറുതിമുട്ടിച്ചാലും അള്ളാഹുവിന്റെ ദീനിനെ കത്തിച്ചു വെക്കാൻ ആരുണ്ട് എന്നതാണ് പ്രധാനം. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആൻ പ്രബോധകന്മാർക്ക് ആഹ്ലാദത്തിന്റെ അലയൊലികൾ തീർത്ത ഒരു പ്രയോഗം നടത്തുന്നുണ്ട്. വനഖ്ദിബു ബിൽ ഹഖി അലൽ ബാതിൽ, അസത്യത്തെ സത്യം കൊണ്ട് നാം പ്രഹരിക്കും. ഫയദ്മഗുഹു, അസത്യത്തിന്റെ തലച്ചോറ് പിളരും. ഫഇദാ ഹുവ സാഹിഖുൻ, അസത്യം പരാജയപ്പെടുക തന്നെ ചെയ്യും. ആരൊക്കെ എന്തൊക്കെ ഇരുട്ട് പരത്തിയാലും ആ ഇരുട്ടിൽ ഒരു വിളക്ക്, ചെറിയ ഒരു വിളക്ക് കത്തിച്ചാൽ അതിന്റെ പ്രകാശം എത്തുന്ന സ്ഥലങ്ങളെല്ലാം വെളിച്ചമുള്ളതാണ്. അതുകൊണ്ട് ഒരു തലമുറ വഴിപിഴച്ചിരിക്കുന്നു, യുവാക്കൾ മദ്യത്തിന് അടിമപ്പെട്ടിരിക്കുന്നു, വിദ്യാർത്ഥികൾ വ്യഭിചാരത്തിന്റെ ലോകത്തേക്ക് എടുത്തെറിയപ്പെട്ടിരിക്കുന്നു എന്ന വിഷമ വാക്കുകൾക്കപ്പുറത്ത് പരിഹാരങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുക എന്നതാണ് സുഹൃത്തുക്കളെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. അതൊരു പക്ഷേ പ്രബോധനത്തിന്റെ സാധ്യതകളെയും അവസരങ്ങളെയും ഫലപ്രദമായി സംഘശക്തിയോടുകൂടി ഉപയോഗപ്പെടുത്തിയാൽ എത്ര മനോഹരമായി നമുക്ക് ദഅവത്ത് നടത്താൻ സാധിക്കുന്നതാണ്. കറുത്ത് കരിക്കട്ട പോലെ കാണപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയും വെളുത്തു സുന്ദരനായ സൽമാനുൽ ഫാരിസിയെയും തറവാടിത്തം കൊണ്ട് ജനങ്ങൾക്കിടയിൽ ഖ്യാതി കേട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ധീരത കൊണ്ട് ജീവിതത്തെ അടയാളപ്പെടുത്തിയ അലിയാർ തങ്ങളെയും, അങ്ങനെ ജീവിതത്തിൽ എല്ലാ രംഗത്തും വീരശൂരത്വം പ്രകടിപ്പിച്ച ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും ഒക്കെ എല്ലാവരെയും ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ ദീനിന് ഉപകാരികളാക്കി മാറ്റിയ പ്രവാചകന്റെ ആ ദൗത്യമുണ്ടല്ലോ. ഒരേ മനസ്സോടുകൂടി സംഘശക്തിയോടുകൂടി അള്ളാഹുവിന്റെ ദീനിന്റെ വെളിച്ചം നമ്മൾ ഉൾക്കൊള്ളുന്ന പ്രദേശത്ത് കത്തിച്ചു വെക്കാനുള്ള ഒരുമിച്ചുള്ള പ്രയത്നം, അതിന് നമുക്കിടയിലുള്ള വഴക്കും വക്കാണങ്ങളും തടസ്സമല്ല. നമുക്കൊക്കെ നിശ്ചയിക്കപ്പെട്ട ആയുസ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് പ്രബോധന രംഗത്ത് നിന്ന് മാറി നിന്ന് അസംതൃപ്തരായി പോകുന്നതിന് പകരം ഒരുമിച്ച് ഈ കുറുവ പ്രദേശത്തും ഇതിന്റെ പ്രാന്ത പ്രദേശങ്ങളിലും പടച്ച റബ്ബിന്റെ ദീനിന്റെ വെളിച്ചമെത്താത്തവർക്ക് ഈ സത്യ വെളിച്ചം എത്തിച്ചു കൊടുക്കുന്ന പരിശ്രമത്തിൽ അച്ചടക്കത്തോടുകൂടി അവനവനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് ചെയ്താൽ അതൊക്കെ നാളെ പരലോകത്തേക്ക് നമുക്ക് കനം തൂങ്ങുന്ന പ്രതിഫലത്തിന്റെ കാരണങ്ങളായിരിക്കുമെന്ന തിരിച്ചറിവ് ഈ രംഗത്ത് നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ധാരാളക്കണക്കിന് ദഅവ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ചില പ്രോഗ്രാമുകൾ ഞാൻ അതിന്റെ ഗൗരവത്തോട് ഓർമ്മപ്പെടുത്താം. ഈ വെള്ളിയാഴ്ച മുതൽ, ഇന്നു മുതൽ നമ്മുടെ QHLS ക്ലാസ് ആരംഭിക്കുകയാണ്. ഖുർആനിന്റെ വെളിച്ചം ലഭിച്ചാൽ അതിന്റെ മാറ്റം നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും ഉണ്ടാവും, നമ്മുടെ ഉപജീവനത്തിലുണ്ടാകും. അതുകൊണ്ട് നമുക്ക് പടച്ച റബ്ബിന്റെ റഹ്മത്ത് പെയ്തു കിട്ടുന്ന അള്ളാഹുവിന്റെ കലാമിന്റെ മുമ്പിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഉണ്ടാവണം. ഇന്ന് മഗ്രിബിന് ശേഷം നമ്മുടെ QHLS ആരംഭിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ 4 വയസ്സ് മുതൽ 4-5 വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക് ബഹ്ജ എന്ന് പറയുന്ന സ്കൂളിലെ പൊതു അവധി ദിവസങ്ങളിലും ശനി ഞായർ ദിവസങ്ങളിലും വളരെ മനോഹരമായ സിലബസോടുകൂടി വളരെ വൈജ്ഞാനികമായ ഇടപെടൽ, സ്ഥിരപ്രതിഷ്ഠ നേടുന്ന അറിവുകൾ, മരണം വരെ അവരുടെ ജീവിതത്തിൽ നിലനിർത്തുന്ന നന്മകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ആരംഭിക്കുകയാണ്. അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ 4-5 വയസ്സുള്ള കുട്ടികളെ അതിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, ബുധനാഴ്ച നമ്മൾ നടത്തുന്ന, നമ്മുടെ കണ്ണൂരിൽ വെച്ച് നടത്തുന്ന വഖഫിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. എന്താണ് വഖഫ് എന്നറിയാത്ത സാധാരണക്കാരായ മനുഷ്യരുണ്ട്. ഒരു മുസൽമാൻ അയാളുടെ പരലോകത്തിന് വേണ്ടി മറ്റു മുസ്ലിമീങ്ങൾക്ക് ആഖിറം സമ്പാദിക്കാൻ വേണ്ടി സമർപ്പിക്കുന്നത് എങ്ങനെയാണ് മറ്റുള്ളവരുടെ സ്വത്തായി മാറുന്നത്? ഒരു സമൂഹത്തിന് അവരവരുടെ മതത്തിനനുസരിച്ച് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഇവിടുത്തെ ഭരണഘടന അനുശാസിച്ച് നൽകുന്ന സമയത്ത് അത് തട്ടിയെടുക്കാനുള്ള കരുനിയമങ്ങൾ ആവിഷ്കരിച്ച ഒരു സമുദായത്തെ ജിനോസൈഡ് നടത്തുന്നതിന്റെ തുടക്കമാണ് ഇത്തരത്തിലുള്ള ഇടപെടൽ. അതുകൊണ്ട് ഒരുമിച്ച ശബ്ദം പോലെ ഈ വഖഫ് എന്ന് പറയുന്നത് എന്താണ് എന്നും അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ വികസിപ്പിക്കുവാനും നമുക്ക് ഭാവിയിൽ ചെയ്യാനുള്ളത് എന്ത് എന്ന് ധാരണ രൂപീകരിക്കുവാനും വേണ്ടിയിട്ട് നടത്തുന്ന ഐതിഹാസികമായ ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ
ജനങ്ങൾക്കും ഇതിന്റെ വെളിച്ചം ലഭിക്കേണ്ടതുണ്ട്. അതിന്റെ ഒരു പ്രഥമ ഇടപെടലാണ് കണ്ണൂരിൽ വെച്ച് ഈ പ്രബോധക സംഘം നിർവഹിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും ഈ ദൗത്യ നിർവഹണത്തിൽ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ നടത്തുന്ന ഈ ഇടപെടലിൽ ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, മെയ് 11 നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ലിബറലുകൾ നിങ്ങൾക്കൊക്കെ ഒരു ജീവിതമേ ഉള്ളൂ, അത് പരമാവധി എൻജോയ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് വ്യഭിചരിക്കാൻ പ്രേരിപ്പിക്കുന്ന, കള്ളുകുടിക്കാൻ പ്രേരിപ്പിക്കുന്ന, ഹോമോസെക്സ്വാലിറ്റിക്ക് പ്രേരിപ്പിക്കുന്ന, കൊല്ലനും കൊലപാതകത്തിനും പ്രേരിപ്പിക്കുന്ന, തല്ലാനും കൊല്ലാനും പ്രേരിപ്പിക്കുന്ന തരത്തിൽ ഒരു തലമുറയെ ആശയപരമായി പിന്തുണ കൊടുത്തുകൊണ്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി അവർ സിനിമ ഉപയോഗിക്കുന്നുണ്ട്, യൂട്യൂബർമാരെ ഉപയോഗിക്കുന്നുണ്ട്, ബ്ലോഗർമാരെ ഉപയോഗിക്കുന്നുണ്ട്, പാഠപുസ്തകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, ക്ലാസ് റൂം ആക്ടിവിറ്റീസുകൾ ഉപയോഗിക്കുന്നുണ്ട്, മറ്റു സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പുതിയ തലമുറയുടെ മനസ്സുകളിലേക്ക് വൃത്തികേടുകൾ ഇട്ടുകൊടുക്കാൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിയുവാൻ, കുട്ടികളെ ധാർമ്മിക മൂല്യബോധത്തോടെ സംരക്ഷിക്കാനും അവർക്ക് വളരാനുമുള്ള ഒരു അറിവിന്റെ വിജ്ഞാന വിപ്ലവമാണ് കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് എന്ന പേരിൽ പെരിന്തൽമണ്ണയിൽ 10,000 കേരളത്തിലെ കുട്ടികളെ വിളിച്ചു ചേർത്തുകൊണ്ട് നമ്മൾ സംഘടിപ്പിക്കുന്നത്. എന്റെയും നിങ്ങളുടെയും കുട്ടികൾ അതിൽ ഭാഗവാക്കാവണം. ഈ ധർമ്മ സമരത്തിന്റെ ഒരു വിദ്യാർത്ഥി കാലം എന്ന പ്രമേയത്തോടെ നമ്മൾ സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമിൽ നമ്മുടെ കുട്ടികൾ ഉണ്ടാവണം. അതുകൊണ്ട് പുറത്ത് 2 പേപ്പർ വെച്ചിട്ടുണ്ട്. അതില് നമ്മുടെ കുട്ടിയുടെ പേരും വിളിക്കാനുള്ള ഫോൺ നമ്പറും തന്നാൽ ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് ഒരുമിച്ച് യാത്ര ക്രമീകരിക്കുകയും ആ ഒരു പ്രോഗ്രാമിൽ മൂല്യബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്ന ഇടപെടലിൽ നമ്മുടെ കുട്ടികളും ഇൻഷാ അല്ലാഹ് ഭാഗവാക്കാകും. കള്ളുചാപ്പിന് മുന്നിൽ വരി നിൽക്കുന്നതിനപ്പുറത്ത്, തറപ്പിൽ ആർത്തുല്ലസിക്കുന്നതിനപ്പുറത്ത്, സ്കൂളിലെ വാർഷിക മാമാങ്കങ്ങളിൽ നിന്ന് തുള്ളുന്നതിനപ്പുറത്ത് ഇത്തരത്തിലുള്ള ദൗത്യ നിർവഹണത്തിൽ അടുത്ത തലമുറയെ തിരിച്ചുപിടിക്കുന്ന കൃത്യമായ ഇടപെടലാണ് കേരള സ്റ്റുഡൻസ് കോൺഫറൻസിലൂടെ ഇൻഷാ അല്ലാഹ് നമ്മൾ നടത്തുന്നത്. അതുകൊണ്ട് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അതിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരൊക്കെ ഇരുട്ട് വിതച്ചാലും ശരി, വിളക്ക് കത്തിച്ചു വെച്ച് തലമുറകൾക്ക് വഴി കാണിക്കുന്ന ദീനീ സ്നേഹികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ സംരക്ഷിക്കണമേ അല്ലാഹ്. നേർവഴിക്ക് അവരെ വളർത്താനുള്ള ഇസ്ലാമിക ബോധം നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്. അല്ലാഹുവേ, നാളെ പരലോകത്ത് ഒരു വിഭാഗം സ്വർഗത്തിലേക്ക് പോകുമ്പോൾ മറ്റൊരു വിഭാഗം നരകത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുമ്പോൾ സ്വർഗപൂങ്കാവനത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുമക്കളെയും ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ തെറ്റുകൾ പൊറുക്കണമേ നാഥ. ഞങ്ങൾക്ക് നിന്റെ ദീനിനെ സഹായിക്കാനുള്ള നല്ല മനസ്സ് തന്ന് അനുഗ്രഹിക്കണമേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത്. പ്രത്യേകം ഒരു സഹോദരിയുടെ കാര്യത്തിൽ ദുആ വസിയത്തുണ്ട്. അവര് ആശുപത്രിയിലാണ്. ഒരു സഹോദരൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ആ മഹദിക്ക് ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ, അവർക്ക് പൂർണ്ണ ആരോഗ്യം തിരിച്ചു നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിലും ആശുപത്രികളിൽ നിന്ന് ആശുപത്രികളിലേക്ക് സഞ്ചരിക്കാൻ വിധിക്കപ്പെട്ടവരുണ്ട്. മഹാമാരിയിൽ നിന്നും മാറാരോഗങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.